ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടും കയ്പില്ലാത്ത വളരെ രുചികരമായിട്ടുള്ള പാവയ്ക്കത്തോരൻ റെസിപ്പി ആയിട്ടാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ഒരു പാവയ്ക്കത്തോരൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. പാവയ്ക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരു വലുപ്പത്തിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് 5 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളകും ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5 വറ്റൽമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ജീരകം നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്താലും മതി. ഈ ചെറിയ ജീരകവും ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ തോരനൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. വെജിറ്റബിൾസ് എല്ലാം കുക്കായി വരട്ടെ. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം കുക്കായി വരുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, അപ്പോഴിതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പാവയ്ക്കയും ക്യാരറ്റും ഉള്ളിയും ഒന്നും ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇനി ഇതിലോട്ട് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കയ്പൊന്നുമില്ലാത്ത വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള പാവയ്ക്ക തോരൻ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒന്ന് ആവി കയറിക്കോട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക തോരൻ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് നിങ്ങൾ കഴിച്ച് തന്നെ മനസ്സിലാക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിനൊട്ടും കയ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പാവയ്ക്കത്തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.